മോളെ ആ മോളുസേ അച്ഛന്റെ ചക്കര മോളെ, അച്ഛനൊന്ന് കണ്ണു തുറന്ന് നോക്കി. ഇങ്ങനെയാണ് സച്ചേട്ട കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. കുറച്ചുകൂടി ചേർത്ത് പിടിക്കുക. ഇങ്ങനെ സച്ചേട്ടൻ കുഞ്ഞിനെ എടുക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒരുമാതിരി പേടിച്ചെടുക്കുന്ന പോലെ. മുമ്പൊക്കെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കാൻ പേടിയായിരുന്നു. എന്നിട്ടോ ഇപ്പൊ പേടിയില്ലേ? എന്തിന്? ഇവളെന്റെ പൊന്നു മോളല്ലേ. എന്റെ മോളെ എടുക്കാൻ ഞാനെന്തിനു പേടിക്കുന്നേ? അല്ലേ മോളെ? അച്ഛന്റെ മോള് അച്ഛന്റെ കൂടെ വരുന്നോ? ഞങ്ങളൊരു ദിവസം വരും അല്ലേ മോളെ? എന്നിട്ട് സന്ദേശിക്ക് മാത്രം വെടിയുണ്ടോളോ, അതോ എല്ലാവർക്കും വെടിയുണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങളോടെ താൻ കാണുന്നേ? സ്വപ്നങ്ങളൊന്നും അങ്ങനെ വെറുതെ കാണുന്നതല്ല, അത് നമ്മളെ കാണിക്കുന്നോ. പിന്നിൽ ചില സൂചനകളുണ്ട്. എടോ, അതൊക്കെ വെറുതെയാ. നമ്മളൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു, അതൊക്കെ എല്ലാം ഫലിക്കാറുണ്ടോ? സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമായിരുന്നെങ്കിൽ എന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഓ, ഇവിടെ തനിക്കൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? അവന്തികടത്തിയെ തന്റെ മുഖ്യ ശത്രുവായി താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക. അവരെ ശത്രുവായിട്ട് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. അവര് കാരണം താൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അവരോട് താൻ എത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയാ അവരുടെ പിന്നാലെ തന്നെയായിരുന്നു താൻ. അങ്ങനെ താൻ അറിയാതെ തന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ നിറഞ്ഞു നിന്നു. ഓ, ജീവിതത്തിലെ ഓരോ നല്ല കാര്യം സംഭവിക്കാൻ വരുമ്പോഴും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് താൻ ഭയന്നു. ആ ചിന്തയൊക്കെയാ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അവര് ഡബിൾ ബാറും ഗണ്ണും കൊണ്ടുവന്ന് വെടിവെക്കാൻ പോവല്ലേ. തന്റെ ഒരു സ്വപ്നം. എന്നെ കളിയാക്കൊന്നും വേണ്ട, ചില സ്വപ്നങ്ങൾ ഫലിക്കും. എടോ, ഒരാളെ കൊല്ലണം തീരുമാനിച്ച് മറ്റൊരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അയാളെ തടയാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. സച്ചേട്ടൻ എന്ത് പറഞ്ഞാലും തമാശയാണ്. പിന്നെ ഇതിനൊക്കെ ആരെങ്കിലും സീരിയസ് ആയിട്ട് കാണും? ഭാവി